ഹലോ ഗൈസ്, തെക്കൻ സൈബ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ശ്രീ ശാസ്താംകുന്ന് വെള്ളിമല അയ്യപ്പ ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രം എന്ന് പറയുന്നത് അങ്ങ് ഒരു കുന്നിൻ്റെ മുകളിലായിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു ക്യാമറയും പിടിപ്പിച്ചിട്ടുണ്ട്. ഞാനും എൻ്റെ ഒരു ചേട്ടനും കൂടെയാണ് ഈ അമ്പലം കാണാൻ വന്നിട്ടുള്ളത്. നമ്മൾ പുനലൂരിൽ നിന്ന് വരുമ്പം തെന്മല പോകുന്ന റൂട്ടാണ് ഈ ക്ഷേത്രം ഉള്ളത്. നല്ല ഒരു ഏകദേശം 400ഓളം പടികൾ കയറി ചെന്നിട്ട് വേണം ഈ ക്ഷേത്രത്തിലേക്ക് ചെല്ലാൻ. അതെ, കുറെ ദുർഘടമായ വഴികളിലൂടെയൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഒരു അഡ്വഞ്ചർ ആയിട്ടൊരു യാത്ര എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു ശബരിമല ഇടത്താവളം കൂടിയാണ്. ഞങ്ങളൊരു അമ്മയെ കണ്ടു. ആ അമ്മ കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു. വളരെ ശക്തിയുള്ള ഒരു മൂർത്തിയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ എന്ത് ആവശ്യപ്പെട്ടാലും അത് നടത്തി തരുന്ന ഒരു അമ്പലമായിട്ടാണ് അവർ കാണുന്നത്. ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിനുവേണ്ടി പലരും ഇവിടെ വലിയ നേർച്ചകളൊക്കെ നേർന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ സാധിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് അനുഭവസ്ഥരൊക്കെ പറയുന്നത്. അപ്പോൾ പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഒരു വൈകുന്നേരത്തെ വൈബിനൊക്കെ പറ്റിയ സ്ഥലമാണെന്നാണ് തോന്നുന്നത്. കാരണം അത്രയും പൊക്കത്തിലോട്ടാണ് നമ്മൾ കയറി പോകുന്നത്. കുറച്ച് അത്യാവശ്യം ഇച്ചിരി ബുദ്ധിമുട്ടാണ് കയറി പോകുന്ന ഒരു ഉച്ചയ്ക്കായതുകൊണ്ട് ആ ഉച്ചയുടേതായ ഒരു ചൂടിന്റെ കാലിനിയൊക്കെ വരുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ ഇതിന് മുകളിൽ ഒരു കാൽപാദവും പിന്നെ ഒരു വഴിയും ഒക്കെ ഉണ്ട് എന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയത് ഇതുപോലെ ഒരു കുറച്ച് എണ്ണയും ഒരു തിരിയും ഒക്കെ മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ തന്നിട്ടുണ്ട്. അപ്പോൾ വിശേഷങ്ങൾ ബാക്കിയൊക്കെ മുകളിൽ നമുക്ക് സംസാരിക്കാം. പ്രായമായിട്ടുള്ളവർക്കൊക്കെ കയറുന്ന കാര്യം നല്ല ബുദ്ധിമുട്ടാണ്. പ്രത്യേക അതൊരു പ്രായകാർക്ക് അപ്പം ബുദ്ധിമുട്ടാവും. എന്നാലും നമ്മൾ ഒരു അഡ്വഞ്ചർ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പടിക്കെട്ടുകൾ വളരെ കുറച്ച്, ബാക്കിയൊക്കെ കുറച്ച് ഭാഗത്തേക്ക് മാത്രമേ സ്റ്റെപ്പായിട്ടുള്ളൂ. ബാക്കിയെല്ലാം പാറണ്ടിട്ടുള്ള സാധനമാണ്. അയ്യോ, നമ്മള് അവസാനം അടുത്ത് എത്താറായിട്ടുണ്ട്. അതിന്റെ മുകളിൽ കാണുന്ന ഒരു പാറ പോലെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് മുകളിൽ. എങ്ങനെയാണ് മുകളിൽ ചെന്നാലേ അറിയത്തുള്ളൂ. യാത്ര അടിപൊളിയാണല്ലേ. നല്ല കിടിലൻ യാത്രയാണ്. നല്ല കുത്തനെ കിടക്കുന്ന വഴിയാണ്. പിന്നെ നമ്മളങ്ങനെ സ്ലിപ്പായി പോകുന്ന പേടിക്കണ്ട. കാരണം നമുക്ക് കമ്പിയുടെ ഒരു പ്രൊട്ടക്ഷൻ സൈഡിൽ പിടിച്ച് കയറാനായിട്ട് സൈഡ് കൈവരികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആയിട്ട് പറയാനുള്ളത് ഒരു പ്രായമുള്ള ആൾക്കാരെ ഇത് പ്രിഫർ ചെയ്യണ്ട എന്ന് തന്നെയാണ് അല്ലേ? അതെ, കാരണം ഒരു മിഡിൽ ഏജ് കുറച്ച് വരെ മാക്സിമം ഒക്കെ ഇതിലൂടെ കയറാൻ പറ്റും. അതെ, കയറുമ്പോൾ തന്നെ ഒരു ഗണപതിയുടെ ചെറിയൊരു ഇതിന്റെ പ്രത്യേകിച്ച് തടിയിലാണ് ചെയ്തേക്കുന്നത് അല്ലേ? തടിയല്ല പാറ തന്നെയാണ്. പോയത് പക്ഷെ അത് മനോഹരമായിട്ടുള്ള ഒരു ചെറിയൊരു ശില്പമാണ്. ഇവിടെ നല്ലൊരു കാടും ആ കാവിന്റെ ഒക്കെ ചെറിയൊരു പ്രതീതി നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും ഇമ്പോർട്ടന്റ് നല്ല തണുപ്പാണ്. നല്ല തണുപ്പും ആ ഒരു ആംബിയൻസും കിട്ടുന്നുണ്ട്. നമ്മൾ താഴെ നിന്ന് കയറി വന്നതിന്റെ ആ ഒരു ക്ഷീണം ഇവിടെ വരുമ്പോഴത്തേക്കും അതങ്ങ് മാറി കിട്ടും. നമുക്കങ്ങ് മാറും. ഇതാണ് ഇവിടുത്തെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. ഇത് ഭയങ്കര രസമാണ്. സൂപ്പറാണ്, വൈബാണ്. ആ തേരി ഒന്ന് മാറ്റി വെച്ചാൽ ബാക്കിയെല്ലാം കിട്ടില്ല. അതാണ് യാത്രയുടെ ഹൈലൈറ്റ് എന്ന് പറയുമ്പം ആ തേരിയാണ്. ഇതിൽ നമ്മൾ എന്താ പറയാ, ഇതിനകത്ത് നമ്മൾ മനുഷ്യനിർമ്മിതമായ ഒന്നും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതെ, അത്രയും പ്യുവറാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം. കാരണം ഇതിനകത്ത്
ഒരു തരത്തിലുള്ള ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷനോ ഒന്നും നടത്തിയിട്ടില്ല. ഒരുപാട് ഉണ്ടെന്ന് ഇപ്പോൾ കാണും. കാടിന്റെ നമുക്ക് ആ സൗന്ദര്യം അതേപോലെ നമുക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിനകത്ത് വേറെ ഒരു വലിയ സംഭവമാണ് മലമുഴക്കി വേഴാമ്പലിനെ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വലിയ ട്രഷറായിട്ടാണ് നമുക്കിപ്പോൾ തോന്നുന്നത്. നമ്മളെ പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന ഒരു വലിയ സംഭവമാണ് നമ്മുടെ കേരളത്തിൻ്റെ ദേശീയ പക്ഷി എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നു അതിനകത്തൊരു ചെറിയ ഒരു കൺഫ്യൂഷനുണ്ട്. ഇത് ഇദ്ദേഹം തന്നെയാണെന്ന്. പക്ഷേ വേഴാമ്പലിൻ്റെ ഒരു കെട്ട് തന്നെ ഒരു പിച്ചയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ നമുക്ക് കുറച്ചും അടുത്ത് അദ്ദേഹം പോകുന്നറിയില്ല. അദ്ദേഹം അടുത്ത കമ്പിലോട്ട് മാറിയിരിക്കുന്നു. പറന്നു പോയിരിക്കുന്നു ഗൈസ്. ഇതാണ് നമ്മൾ തേടി വന്ന ഒരു ക്ഷേത്രം. ഒരു വല്ലാത്ത വൈബുള്ള, നല്ലൊരു മനോഹരമായിട്ടുള്ള നല്ല വൈബുള്ള ഒരു സ്ഥലമാണ്. അതെ, ഉച്ചസമയം ആയതിന്റെ ഒരു കാണാനും ഇല്ല, എന്നാ നല്ല ആംബിയൻസും കാര്യങ്ങളും നമുക്ക് സ്ഥലത്താണ് നമ്മൾ വന്നത്. ഇത്രയും ചൂടുള്ള നല്ല പൊക്കമുള്ള ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ബാധിക്കുന്നില്ല. വലിയ രസമുള്ള സ്ഥലമാണ്, ഒരു രക്ഷയില്ല. എന്താ പറയാ, അതെ, അത്ര അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒരു പക്ഷേ നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെ. ഡെവലപ്പ് ചെയ്താൽ നല്ല രീതിയിൽ ക്ലിക്ക് ആവുന്ന ഒരു സ്പോട്ടാണ്. അതെ അത് നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള പക്ഷികളും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. അങ്ങനെ വന്ന് കണ്ട് ഒരു പിന്നെ ഒരു വലിയ പ്രശ്നം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ആയിട്ട് ചെറിയൊരു എന്തോ ഒരു വിളക്ക് പോലെ എന്തോ ഉണ്ടാക്കുവാണോന്ന് അറിയാൻ വയ്യ. അത് അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണോന്ന് അറിയാൻ വയ്യ. കൽവിളക്കാണ്. ഇതല്പം മാറിയിട്ടാണുള്ളത്. ഒരാളും കൂടെ ഉണ്ട്, അദ്ദേഹം പോയി. ചെറിയൊരു വനം പോലെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഇപ്പോഴും ഒരു അങ്ങനെ അറിയപ്പെടാത്ത ഒരു സ്പോട്ടായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നമുക്ക് തോന്നുന്നത് ഇതിന്റെ താഴ്വശത്ത് വന്നാൽ മൊത്തം റബ്ബറാണ്. ഒരു സൈഡ് ഫുള്ള് റബ്ബർ അല്ലേ എണ്ണ? ഒരു സൈഡ് ഫുള്ള് റബ്ബറായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടുത്തെ ഐതിഹ്യം വെച്ചിട്ട് താഴെ നമ്മൾ കണ്ട അമ്മ പറഞ്ഞ ഒരു പാറയാണ് ഈ കാണുന്നത്. ഒരു മുറുക്കാൻ എന്തോ ഇടിച്ച ഒരു അതിൻ്റെ അടയാളമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കയറി വരുമ്പോൾ ഇത് എങ്ങനെയാണെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് ഇത് ഇത്രയും ഒരു ഭംഗിയുള്ളൊരു കാഴ്ചയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. ഒരു വനത്തിൽ കയറിയ ഒരു പ്രതീതിയായിരുന്നു ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കയറിയപ്പോഴത്തേക്കും. വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. എല്ലാവരും വന്ന് കാണാൻ ശ്രമിക്കുക. അപ്പം വീഡിയോ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.